പിടിക്കാനാണ് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ വലിയ വായിൽ പ്രസംഗിച്ചത്. കേരളത്തിലെ ആശാതൊഴിലാളികളുടെ ദുഃഖവും ദുരിതവും ഒക്കെ തീർക്കേണ്ടത് പിണറായി ആണെന്നും പിണറായി അതിനുമേൽ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നുമുള്ള ശക്തമായ ആക്ഷേപം ഉന്നയിച്ചപ്പോഴാണ് ഉത്തർപ്രദേശിൽ ആശമാർക്ക് കൊടുക്കുന്ന ശമ്പളം ഇതുപോലെയൊക്കെ തന്നെ കുറവല്ലേ എന്ന ഒരു ചോദ്യം ഉണ്ടായി. അങ്ങനെയൊന്നുമല്ല എന്നും അവിടെ 2-3 മണിക്കൂർ ജോലി ചെയ്യുന്നതിനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നതെന്നും എന്നാൽ കേരളത്തിൽ 10-18 മണിക്കൂർ ജോലി ചെയ്യുമ്പോഴുള്ള ശമ്പളം ഇത്രയേ ഉള്ളൂ എന്നൊക്കെയായിരുന്നു ശോഭയുടെ വലിയ വാദങ്ങൾ. അവിടുത്തെ ആശാതൊഴിലാളികളെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താത്തതല്ലേ എന്ന പത്രപ്രവർത്തകന്റെ മറു ചോദ്യത്തിന് അങ്ങനെയല്ല എന്നും അവിടുത്തെ ആശുപത്രികളും മറ്റും മികച്ച നിലവാരം പുലർത്തുന്നുണ്ട് എന്നും അവിടെ ധാരാളം ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ ഉണ്ടെന്നും ഒക്കെ വാദിച്ചു തീർന്നില്ല ശോഭയ്ക്ക് ഇത് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. BJP സർക്കാരിന് ഹിന്ദുക്കളോട് വലിയ അനുഭാവവും സ്നേഹവുമാണെന്നും കണ്ടുകൂടാത്തത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഉൾപ്പെടെയുള്ള അന്യമതസ്ഥരെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ ആണ് എന്നുമുള്ള ഒരൊറ്റ വാദത്തിന്റെ പിൻബലത്തിലാണ് മിക്ക ഹിന്ദുക്കളും മോദിക്കു നല്ല ഗീതം പാടുന്നത്. പക്ഷേ മോദി സർക്കാരിന് ഇഷ്ടം ജാതിയിൽ തന്നെ ഉന്നത കുലരോട് മാത്രമാണ് എന്ന് ഉത്തർപ്രദേശ് മുതലായ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലകുറി നടന്ന ജാതി വെറിയും കൂട്ടക്കൊലയും നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. എന്നാലും അതൊന്നും കണ്ടില്ല എന്ന് വെച്ചിട്ട് ഇതൊക്കെ വെറുതെ എന്ന് പറഞ്ഞു നടക്കാനാണ് BJP-ക്കാർക്ക് ഇഷ്ടം. ഇപ്പോൾ വീണ്ടും അതേപോലെ ഒരു ജാതി വെറിയാണ് ഉത്തരേന്ത്യയിൽ നടന്നിരിക്കുന്നത്. പച്ചയ്ക്ക് ഒരു മനുഷ്യനെ ജീവനോടെ കത്തിച്ചുകൊള്ളു. എന്തിന്റെ പേരിലാണ് എന്നതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന വസ്തുത. ജാതിയിൽ താഴെ ജനിച്ചു എന്ന ഒരൊറ്റ കുറ്റമാണ് ആ മനുഷ്യൻ ചെയ്തത്. ജാതിയിൽ താഴ്ന്നവരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ നികൃഷ്ട ജീവികളായിട്ടാണ് കണക്കാക്കുന്നത്. അവർക്ക് ഇപ്പോഴും പ്രാകൃത രീതിയിൽ പല അവകാശങ്ങളും ആവശ്യങ്ങളും നിഷേധിച്ചുകൊണ്ട് ഉന്നത കുല ജാതരെ മാത്രം വളർത്തുന്ന ഹിന്ദുമതത്തെ മാത്രം പരിപോഷിപ്പിക്കുന്ന ഒരിടമായി ഉത്തരേന്ത്യ ആകെ മാറുന്നുണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് ദളിത് യുവാവിനെ ജാതിയുടെ പേരിൽ കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ചു കളഞ്ഞത്. പ്രയാഗ്രാജിൽ ദളിത് യുവാവായ ദേവി ശങ്കറിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയാണ് മത തീവ്രവാദികൾ ക്രൂരമായി കൊന്നു കത്തിച്ചത്. ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ മനുഷ്യനെ ചെറിയൊരു ജോലിയുണ്ട് എന്ന പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കഴുത്തു ഞെരിച്ചു കൊല്ലുകയായിരുന്നു. ഉത്തർപ്രദേശിൽ താഴ്ന്ന ജാതിക്കാർ അനുഭവിക്കുന്ന വലിയ ക്രൂരതകളുടെയും അവഗണനകളുടെയും നേർചിത്രമായി മാറുകയാണ് ഈ വിഷയം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എങ്കിലും പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ മൂടിവെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കേരളത്തിലും ഇതൊക്കെ തന്നെയല്ലേ നടന്നത്. ജാതിയിൽ താഴ്ന്ന വ്യക്തി ആയതുകൊണ്ട് മാത്രം ശോഭാ സുരേന്ദ്രനെ തഴഞ്ഞുകൊണ്ട് ജാതിയിൽ ഉന്നതനായ ഒരു വരത്തനെ പിടിച്ച് BJP-യുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിയില്ലേ? ഇതുപോലെ തന്നെയാണ് കേരളത്തിലും BJP അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത്. ജാതിയിൽ ഉയർന്നവന് സ്ഥാനമാനങ്ങളും പേരും ഉണ്ടാകുമ്പോൾ ജാതിയിൽ താഴ്ന്നവൻ ഹിന്ദു ആണെങ്കിലും അവിടെ തഴയപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്.